ഓക്കെ, നമ്മൾ എന്താ എഴുതേണ്ടത് ഇനി? താര ആടിനെ കളിപ്പിച്ചു അല്ലേ? താര ആടിനെ കളിപ്പിച്ചു. നിങ്ങൾ എഴുതുക മക്കളെ നോക്കിയിട്ട്. മൂന്നാമത്തതാണ് അതിൽ എഴുതേണ്ടത്. താരാണ് ഫസ്റ്റ് റോയിലുള്ളത്. നെക്സ്റ്റ് ആടിനെ കളിപ്പിച്ചു. എഴുതരണോ ബിയോണ? എന്തേ ബിയോണ? ഒന്നാമത്തെ ഒന്നും കൂടെ കാണിക്കാവോ? കാണിക്കാം. ഓക്കെ, താര പൂച്ചയെ തലോടി. കണ്ടോ? നോക്കി എഴുതിക്കോ. താര പൂച്ചയെ തലോടി. വരക്കരുത്. നാസയാണോ? നാസയാണ് ഇപ്പൊ വരച്ചത്. മായിച്ചു കഴിഞ്ഞേ. ഓക്കേ മിസ്. ഓക്കെ, താര പൂച്ചയെ തലോടി. നാസ മറിയം അത് മായിച്ചു കഴിഞ്ഞേ വരച്ചത്. ഓക്കെ, ഫസ്റ്റ് വൺ അതാണ്. നെക്സ്റ്റ് നമുക്ക് എഴുതാം. താര ആടിനെ കളിപ്പിച്ചു അല്ലേ? മൂന്നാമത്തെ നമ്മൾ എഴുതുന്നത് താര ഒന്ന് അവിടെ ഉണ്ട്. താര പശുവിനെ കുളിപ്പിച്ചു. 2 താര പൂച്ചയെ തലോടി. നെക്സ്റ്റ് മൂന്നാമത്തെ എന്താണ് വരുന്നത്? താര ആടിനെ കളിപ്പിച്ചു. താര സോറി താര ആടിനെ എഴുതുക. ഈ ചിഹ്നിടുക. ഏ ചിഹ്നിട്ട് നാ എഴുതുക. ആടിനെ കളിപ്പിച്ചു. കളിപ്പിച്ചു. ഇപ്പ എഴുതണേ. കളിപ്പിച്ചു. താര ആടിനെ കളിപ്പിച്ചു. നെക്സ്റ്റ് ഒന്നും കൂടിയാണ് വരുന്നത് അതിന്. എന്ത്? താര നായയെ വിളിച്ചു. താരയാണ് എല്ലാം ചെയ്യുന്നത് അല്ലെ? ആദ്യത്തേത് താര പശുവിനെ കുളിപ്പിച്ചു. രണ്ടാമത്തേത് താര പൂച്ചയെ തലോടി. മൂന്നാമത്തത് താര ആടിനെ കളിപ്പിച്ചു. നെക്സ്റ്റ് ഫോർത്ത് വൺ. നാലാമത്തെ എന്താണ്? താര നായയെ വിളിച്ചു. അത് എഴുതരാ. ഇത് എഴുതിയോ? ഫിനിഷ് ആണോ ബിയോണ? ഓക്കെ, അമൃത എഴുതിയത്. നിയ എഴുതിയോ? നിയ ഓക്കെ, അപ്പൊ അടുത്തത് എഴുതാ. താര താര നായയെ. ബിയോണയാണ് ഇപ്പൊ എഴുതിയത് ബോർഡിൽ. വായിച്ചു കഴിഞ്ഞോ? താര നായ താര നായയെ വിളിച്ചു. വി അല്ലേ? വി എഴുതണം. വി എഴുതണം എങ്ങനെയാ? വാ എഴുതി വള്ളി ഇടുക. വി ലി വിളി ഇച്ഛ വിളിച്ചു.
ഓക്കെ. താര നായയെ വിളിച്ചു. അപ്പൊ 4 എണ്ണയായി. എന്തൊക്കെയാണ്? താര പശുവിനെ കുളിപ്പിച്ചു, താര പൂച്ചയെ തലോടി, താര ആടിനെ കളിപ്പിച്ചു, താര നായയെ വിളിച്ചു. ഓക്കെ, ഫിനിഷ്. ഓൾ ഓഫ് യു ഫിനിഷ്. എല്ലാവർക്കും ഫിനിഷ് ആണോ മക്കളെ? ഓക്കെ, അലൻ ഫിനിഷ് ആയി. നൈല, ദേവർഷ, ദീക്ഷിത് എഴുതിയോ? ദീക്ഷിതേ, ഹാദി ഹൈദർ, ജിയ റോസ് എഴുതി. ഐഫൂന എഴുതിയില്ല അല്ലെ? എഴുതിക്കോ. നെക്സ്റ്റ് റസീൻ എഴുതിയോ? റസീൻ ഓക്കെ, എഴുതിയോ? നെക്സ്റ്റ് റിച്ചാർഡ് എഴുതി. അനുഗ്രഹ എഴുതിയോ? നിവേദ്യ വിനോദ് ഇവിടെ. അയാൻ വിജേഷ് എഴുതിയോ? അയാൻ വിജേഷ്. ഇർഷാദ് എഴുതിയില്ല, എഴുത്. ഏബൽ മാത്യു എഴുതിയോ? അൻവിത കെ ഓക്കെ. ഇർഷാദ് എഴുതിയില്ലേ? ഇർഷാദ് എഴുതിക്കോ. സേറാമതി എഴുതിയോ? മുഹമ്മദ് മുക്താസിം എഴുതിയോ? നാസ ഷക്ബറ എഴുതിയോ? ഓക്കെ, ഗുഡ്. ഷക്ബറ എഴുതി. അമാൻ മാധവ്, ഐഫോൺ എഴുതിയോ? എഴുതിക്കഴിഞ്ഞോ ഐഫോന? യെസ്. ഓക്കെ, എല്ലാ മക്കളും എഴുതിയെന്ന് തോന്നുന്നു അല്ലേ? അപ്പോ അടുത്തതൊക്കെ പോവാം നമുക്കല്ലേ? ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് വരുന്ന എന്താണ്? അടുത്ത പേജ് എടുക്കാം നമുക്കല്ലേ? ഇതുവരെ കംപ്ലീറ്റ് ആയല്ലോ. ഒന്നുകൂടി വായിക്കണോ മിസ്? ആദ്യത്തത് വായിക്കാം എന്നുള്ളത്. പശു നമുക്ക് പാൽ തരും, പൂച്ചക്കാരു മണികെട്ടും, കാള കിടക്കും കയറോടും. നെക്സ്റ്റ്, താര പശുവിനെ കുളിപ്പിച്ചു, താര പൂച്ചയെ തലോടി, താര ആടിനെ കളിപ്പിച്ചു, താര നായയെ വിളിച്ചു. കംപ്ലീറ്റ് ആയില്ലേ? അപ്പോ അടുത്തത് അല്ലേ? പേജ് നമ്പർ 34 ട്ടോ. അപ്പൊ അതില് പൂരിപ്പിക്കാം. എന്താ ഉള്ളത്? മേരി കുളിപ്പിച്ചു. നമ്മളിപ്പം താര എഴുതിയത് പോലെയാണ് എഴുതുന്നത്. ഇപ്പൊ മേരി കുളിപ്പിച്ചു എന്നുണ്ട്. പിന്നെന്താ? മേരി പൂച്ചയെ തലോടി അല്ലെ? താര പൂച്ചയെ തലോടി. അപ്പൊ തലോടി എന്ന് എഴുതണം നിങ്ങൾ. എഴുതാനറിയോ? തലോടി, തലോടി എഴുതണം അല്ലെ? ഓക്കെ, തരണോ? അപ്പൊ കണ്ടോ നിങ്ങളത്? മേരി കുളിപ്പിച്ചു എന്നുള്ളതിന് താഴെ മേരി പൂച്ചയെ തലോടി. മേരി പൂച്ചയെ തലോടി. തലോടി എന്നാണ് എഴുതേണ്ടത്. മേരി പൂച്ചയെ ഡാഷ് എന്നുള്ളത്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തലോടി എഴുതണം. ലോച്ചിനിടുക, ഏച്ചിനോട്ടിട്ട് ലാ എഴുതുക. തലോടി, തലോടി എഴുതുക. ആ ഡാഷിന്റെ അടുത്ത് തലോടി എഴുതുക. നെക്സ്റ്റ്, ഡേഷ് നായയെ
വിളിച്ചു അല്ലെ ഡാഷ് നമുക്ക് മേരി അല്ലെ മേരി വെച്ചാണ് എല്ലാം എഴുതുന്നത് ഇപ്പൊ മേരി തലോടിന് എഴുതേ എഴുതിയോ മക്കളേത് ഓക്കെ എഴുതാം നമുക്കത് അടുത്തത് മേരി എഴുതാം അല്ലെ മേരി നായയെ വിളിച്ചു എഴുതാം അല്ലെ മേരി ആദ്യത്തെ ഡാഷില് മേരി എന്ന് എഴുതണം ചിന്നുട്ടിട്ട് മ അപ്പൊ മേ ആയി മേ എഴുതി വള്ളി മേരി ആദ്യത്തെ ഡാഷില് മേരി എന്ന് എഴുതാം നായേന്ന് അവിടെയുണ്ട് എന്നിട്ട് എന്ത് എഴുതണം അടുത്ത ഡാഷിൽ നിങ്ങൾ എന്ത് എഴുതണം വിളിച്ചു അപ്പൊ ഡാഷ് കഴിഞ്ഞിട്ട് ഇവിടെ വിളിച്ചു നായേന്ന് അവിടെ ഉണ്ട് അതുകൊണ്ട് മിസ് എഴുതുന്നില്ല വി എഴുതി ഈ ചിന്നു ഇനിയുള്ള എഴുതണം അല്ലേ എഴുതി അല്ലേ ഇനി എന്ത് എഴുതണം ഇച്ഛ എന്നിട്ട് പൂച്ചിന്നൂടണം ഓക്കെ വിളിച്ചു മേരി നായേന്ന് അതിന്റെ ഇടയിലുണ്ട് വിളിച്ചു നെക്സ്റ്റ് ഡേഷ് ഡേഷ് കുളിപ്പിച്ചു എന്നാ ഉള്ളത് അല്ലേ അപ്പൊ മേരി പശുവിനെ എഴുതാം മേരിന്ന് മിസ് തൊട്ട് മുമ്പ് ഇവിടെ എഴുതിയതല്ലേ മേരി മൂന്നാമത്തേതില് 1 2 3 നാലാമത്തതാണ് മിസ് ഇപ്പൊ പറയുന്നത് അപ്പൊ മേരിന്ന് ഇത് നോക്കി എഴുതുക മേരി നായയെ എഴുതാം നമുക്കിപ്പോ നായയെ ഓക്കെ അപ്പൊ മേരി എന്ന് ഫ്രണ്ടിലത്തെ നോക്കി എഴുതുക നായയെ കുളിപ്പിച്ചു നെക്സ്റ്റ് വൺ എന്താണ് എഴുതുന്നത് ഡേഷ് 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 ഉണ്ട് എന്താ എഴുതുന്നത് അവിടെ നിങ്ങള് മേരി നമുക്ക് ഒഴിവാക്കാം വേറെ എഴുതാം അല്ലെ അമ്മ എന്ന് എഴുതാം അല്ലെ അമ്മ ആരെ കുളിപ്പിച്ചു എന്നാ എഴുതേണ്ടത് അമ്മ കുട്ടിയെ കുളിപ്പിച്ചു എന്നതാണ് നമുക്ക് അടുത്ത പേരില് അല്ലെ നമുക്ക് ഇഷ്ടമില്ല എഴുതാം ഓക്കെ നമുക്ക് അമ്മ എഴുതാം അമ്മയല്ലേ നിങ്ങളെ കുളിപ്പിക്കാറ് അമ്മ കുട്ടിയെ പൂച്ചിഹ്നം ഇട്ട കുട്ടി അമ്മ കുട്ടിയെ ആ ഡാഷ് 3 ഇല്ലേ അതാ ഇപ്പൊ മിസ് എഴുതുന്നേ കുട്ടിയെ പൂച്ചിനുടുക ലാ എഴുതിയിട്ട് ഈച്ചിനുടണം ലാ കുളി ഇപ്പ
പാ എഴുതി. അടിയിലിട്ടാലും മതി കേട്ടോ. പാ ഇപ്പ ഇച്ചു ഇച്ച പൂച്ചിന് കുളിപ്പിച്ചു. അമ്മ കുട്ടിയെ കുളിപ്പിച്ചു. അമ്മ കുട്ടിയെ കുളിപ്പിച്ചു അല്ലേ? അപ്പൊ 3 ഡാഷ് ഡാഷിലെടുത്താണ് അമ്മ കുട്ടിയെ കുളിപ്പിച്ചു എന്ന് എഴുതുന്നത്. നെക്സ്റ്റ് എന്താ ഇനിയും ഉണ്ട് 3 ഡാഷ്. ഇനി എന്താ എഴുതുന്നത്? അമ്മ അമ്മയല്ലേ? അച്ഛനാക്കാം അല്ലെ? നമുക്ക് തലോടിയിൽ ഏതാണെങ്കിലും അല്ലേ? തലോടി നമ്മൾ നേരത്തെ എഴുതി. അപ്പൊ നമുക്ക് അച്ഛൻ കുട്ടിയെ വിളിച്ചു ലാസ്റ്റ് അല്ലേ? ലാസ്റ്റ് ഇത് എല്ലാം കംപ്ലീറ്റ് ആയോ? ഫിനിഷ് ആയോ? എല്ലാവർക്കും ഫിനിഷ് ആയോ അലൻ? യെസ്. ഓക്കെ. അപ്പൊ ഇത് കളയുന്നേ. എല്ലാവർക്കും ഫിനിഷ് ആയില്ലേ? ഓക്കെ. ലാസ്റ്റ് 1 ഡാഷ് ഡാഷിലെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. മിസ് പറയുന്നതിന് എഴുതുന്നൊന്നുമില്ല. മിസ് എഴുതുന്നത് അച്ഛൻ 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 എഴുതുമ്പോ എഴുതി ചന്ദ്രക്കര ഇടുക. എന്നിട്ട് ചാച്ചാന്ന് രണ്ടാമത്തെ എഴുതുക. അച്ഛൻ ഇൻ ചില്ലക്ഷരമായ ഇൻ എഴുതുക. ഇൻ അച്ഛൻ എന്തായിരുന്നേ? കുട്ടിയെ വിളിച്ചു അല്ലെ? കൂ ഇട്ട കുട്ടി ചിഹ്നോട്ടിട്ട് എഴുതുക. കുട്ടിയെ അവിടെ നീട്ടിട്ട് തന്നെ എഴുതിക്കോ നിങ്ങളെ. ദേശത്ത് തന്നെ മിസ് ഇവിടെ താഴെ എഴുതാം. മിസ്സിനോട് സ്ഥലം വിളിച്ചു. വിളിച്ച വിളിച്ചു. അച്ഛൻ കുട്ടിയെ വിളിച്ചു. എഴുതിയോ മക്കളെ? Are you finished? Okay. All of you finish? എല്ലാവർക്കും ഫിനിഷ് ആയോ? ഇത് എഴുതുന്നുണ്ടോ എല്ലാവരും? അപ്പോ നെക്സ്റ്റ് വരുന്ന എന്താണ്? നമുക്ക് എല്ലാവരും എഴുതിയല്ലോ അത്. നെക്സ്റ്റ് എന്താണ് പറയുന്നത് നമ്മുടെ പാഠത്തില്? അടുത്ത എന്താ പറയുന്നത്? ശ്രദ്ധിച്ചോ എല്ലാവരും? കൊറേ പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ? ആരെയൊക്കെ പിക്ചറാ ഉള്ളത് താഴെ? നമ്മൾ ഈ പേജിന്റെ താഴെ ആരെയൊക്കെ പിക്ചറാ ഉള്ളത്? ആരെയൊക്കെയാ മക്കളെ? ആരാ പറയുന്നത്? ഓക്കെ. മുക്താസിം വലിച്ചും പറയുന്നുണ്ട്. ഓക്കെ, പറഞ്ഞു കേട്ടോ. മുഹമ്മദ് മുക്താസിം പറഞ്ഞേ, ആരെയൊക്കെ പിക്ചർ അവിടെ ഉള്ളത്?
ഓക്കെ കാറ്റ് cow, dog. ഓക്കെ നെക്സ്റ്റ് രണ്ടാമത് കണ്ട ആര് ഗോട്ട് അല്ലേ അപ്പോ അങ്ങനെ കുറച്ച് പിക്ചറുകൾ ഉണ്ട് അല്ലെ എനിക്ക് എന്താ താഴെ ചോദിച്ചത് നിങ്ങളുടെ വീട്ടിൽ ഏതെല്ലാം വളർത്തുമൃഗങ്ങളുണ്ട് താഴെ എഴുതുക നിങ്ങളുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളുണ്ടോ ഉള്ളത് എഴുതിക്കോ നിങ്ങള് ഇതിലേതെങ്കിലും ഉണ്ടോ അതന്നെ എഴുതിയാലും മതി ഇംഗ്ലീഷിലല്ല എഴുതണ്ട കേട്ടോ മലയാളത്തിൽ എഴുതണേ പൂച്ച ഉണ്ടെങ്കിൽ പൂച്ച എന്ന് എഴുതുക നെക്സ്റ്റ് ആട് നെക്സ്റ്റ് പശു ഉണ്ടെങ്കിൽ പശു എഴുതുക പട്ടി ഉണ്ടെങ്കിൽ പട്ടി എഴുതുക ഡോഗ് പട്ടി എഴുതിക്കോ ഏതൊക്കെ മൃഗങ്ങളാണുള്ളത് മിസ് എഴുതിത്തരണോ എന്താ ഇഫ്ന മിസ് എന്റെ വീട്ടിൽ ഒരു മൃഗങ്ങളും ഇല്ല ഒരു മൃഗവും ഇല്ലേ എന്നാലും എഴുതിക്കോ ഇല്ലെങ്കിൽ ആ കോളം നമുക്ക് ഫില്ല് ചെയ്യണ്ടേ അല്ലേ പൂച്ചാന്ന് എഴുതാൻ നിങ്ങൾക്ക് അറിയോ ഒറ്റക്ക് നമ്മൾ ചിഹ്നങ്ങളൊക്കെ പഠിച്ചല്ലേ ഒന്ന് എഴുതി നോക്കിയേ പറ്റുമോ നോക്കട്ടെ പൂച്ച ആ എഴുതിയിട്ട് ഊ എന്ന ചിഹ്നം ഇടുക എന്നിട്ട് ഇച്ച എഴുതുക പൂച്ച നെക്സ്റ്റ് ആട് ആ ടാ എഴുതുക ചന്ദ്രക്കര എഴുതുക എന്താ ആൻഡ്രോസ് അവിടുന്ന് പറയുന്നേ എന്താ ആൻഡ്രോസേ എന്റെ വീട്ടിലൊന്നും ഇല്ല മൃഗങ്ങൾ എന്നാണോ പറയുന്നത് സൂപ്പറായി മുടിയെല്ലാം കെട്ടി വെച്ചിട്ടുണ്ടല്ലോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് എന്താ എഴുതേണ്ടത് ആട് ആ ചന്ദ്രകല ഓക്കെ ആട് എഴുതാൻ അറിയോ ആട് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ മിസ്സിന് കയ്യാണിച്ചേ എഴുതരാം ആട് എഴുതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്തേ ദേവർഷ അറിയില്ലേ ആർക്കാ അറിയാത്തേ അറിയല്ലേ ആട് അപ്പൊ ആദ്യത്തത് പൂച്ചാന്ന് എഴുതാ അല്ലെ നമ്മള് ചിഹ്നങ്ങളൊക്കെ പഠിച്ചതാണ് എനിക്ക് അറിയില്ലാന്ന് പറയുന്നുണ്ട് ഒരാള് അതെ ഞാനാണ് ഐഫൂനിയ പറഞ്ഞത് ഇപ്പൊ അല്ലേ ഓക്കെ പൂച്ച പൂച്ച അല്ലേ പൂച്ച അതെങ്ങനെ എഴുതുന്നത് മനസ്സിലായോ നെയ്ല നൈലക്ക് ക്ലിയർ ഇല്ലേ നെയ്ല കേൾക്കുന്നില്ലേ നെക്സ്റ്റ് ആട് അല്ലേ ആട് ആ പൂച്ച പൂ ഇച്ച പൂച്ച നെക്സ്റ്റ് ആട് നെക്സ്റ്റ് കോളത്തിൽ ആ ഡോട്ടിൽ ആട് എന്ന് എഴുതുക നിങ്ങൾക്ക് താല്പര്യമില്ല ഏത് മൃഗങ്ങളും എഴുതാട്ടോ വളർത്തുമൃഗമായിരിക്കണമെന്നേ ഉള്ളൂ ആട് നെക്സ്റ്റ് പശു ചിഹ്നങ്ങളും അക്ഷരങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു എന്നിട്ട് എഴുതാൻ അറിയില്ല അല്ലേ അടി കൊടുക്കേണ്ടി വരുമോ പശു പശു ഇപ്പൊ എന്താ എഴുതിയത് പശു അല്ലെ കൗ പശു ആദ്യത്തെ പൂച്ച നെക്സ്റ്റ് ആട് നെക്സ്റ്റ് പശു ദേവർഷ അവിടെ ഇല്ലേ ദേവർഷ ഉണ്ട് അല്ലേ നെക്സ്റ്റ് പട്ടി അല്ലേ പട്ടി അല്ലെങ്കിൽ നായ ഇട്ട എഴുതുക എന്നിട്ട് ഈ ചിഹ്നം ഈ ചിഹ്നം അറിയില്ലേ ഈ ചിഹ്നം ആ ചിഹ്നം ഒക്കെ എഴുതാം പട്ടി പട്ടി ദീക്ഷിത് എഴുതുന്നുണ്ടോ മോനെ ദീക്ഷിതു എഴുതുന്നില്ല എഴുതുന്നില്ലേ എന്റെ കള്ള അവിടെ വെറുതെ ഇരിക്കാണോ എഴുതിയോ ഓക്കെ ഓക്കെ എഴുതിയല്ലേ
പട്ടി. നെക്സ്റ്റ് നമ്മൾ എന്താ എഴുതുന്നത്? നാലെണ്ണേ ആ പിക്ചറിൽ ആ പറഞ്ഞോ. ആ പൂച്ച, ആടും, പശുവും, പട്ടിയല്ലേ. ഇനി എന്താ എഴുതണ്ടേ നമുക്ക്? എന്താ ദേവർഷ? എന്താ ദേവർഷ എന്തോ പറയാൻ പോയി. എരുമ. എരുമ. ഓക്കെ, എരുമേനെയും വളർത്താറുണ്ട് അല്ലേ? എരുമ. നെക്സ്റ്റ് എന്താ പറയാനുള്ളത്? ഇപ്പൊ ദേവർഷ എരുമ പറഞ്ഞു. നെക്സ്റ്റ് ആരാ? ജിയാറോസ് എന്താ പറയുന്നേ? ജിയാറോസേ? സിംഹം. സിംഹം വളർത്തുമൃഗാണോ? വട്ടെ ഇത് കാട്ടിലേ. കോഴീനാണ് എഴുതാം നമുക്ക്. കോഴി, താറാവൽ എഴുതാണ് നമുക്ക് അല്ലേ? അല്ലേ അയാൻ വിജേഷേ? കോഴി ഒരു വളർത്തു പക്ഷിയാണ് പോട്ട്. കോഴി. കോഴി. നെക്സ്റ്റ് എന്താ? പക്ഷിയല്ല. പിന്നെന്തായിരുന്നേ? ആട്, എരുമ, കുഞ്ഞ, പൂച്ച. അയാൻ എന്താ പറയുന്നത്? അയാൻ എന്നാ അയാനെ അമ്മേനെ സ്നേഹിക്കണേ അല്ലേ? അയാൻ എന്ത് പറയുന്നു? വേഗം ഒരു വളർത്തുമൃഗത്തിന്റെ പേര് പറ. ഇവിടെ പട്ടിയുണ്ട്. പട്ടിയുണ്ട് അല്ലേ? വേറെ എന്താ ഉള്ളത്? തത്തയുണ്ട്. തത്തയെ നമുക്ക് എഴുതിയാലോ? ഏബൽ എന്ത് പറയുന്നു? ഏബൽ തത്തേനെ എഴുതാം നമുക്കല്ലേ? തത്ത. റിച്ചാർഡ് എന്താ പറയുന്നേ? ഉടുമ്പ. ഉടുമ്പിനെ നമ്മള് വളർത്താറുണ്ടോടാ? വളർത്തുമൃഗല്ലേ? നീ കണ്ടിട്ടുണ്ടോ? മതിയാ വളർത്തുന്നുണ്ടോ നിങ്ങള് ഉടുമ്പിന? അയ്യടാ. മുയൽ. ഒരാൾ എഴുത്തതിട്ടുണ്ട് മുയൽ. ആരാ എഴുതിയത്? എനിക്ക് തോന്നുന്നു റസീനാന്ന് തോന്നുന്നു. ഓക്കെ, മുയൽ കണ്ടോ ഇവിടെ എഴുതിയിട്ട്? മുയൽ. ഓക്കെ, അപ്പൊ അടുത്തത് എന്താണ്? മുയൽ. എഴുത്തരണോ മുയലിന്? റസീൻ അത് വായിച്ച റസീൻ മിസ് അവിടെ എഴുത്തരാം. ഓക്കെ, ഗുഡ്. മുയൽ. ഇൽ ചില്ലക്ഷരം ഇല്ലെഴുതും. മുയൽ. ആൻഡ്രോസേ ഒരു വളർത്തുമൃഗത്തിന്റെ പേര് പറഞ്ഞേ. ആൻഡ്രോസ്.